ഹലോ നമസ്തേ, കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എല്ലാവർക്കും ഓർമ്മയാണ് നമ്മുടെ പഴയ കനാൽ ബോയ്സ് അഭിലാഷ് പ്ലാവടി ആൻഡ് ലെവിൻ പ്ലാവടി. അവര് രണ്ടുപേരെ പറ്റിയിട്ട് ഇപ്പം അഭിലാഷിന്റെ കാര്യം കളയാം. ഇപ്പൊ ലെവിൻ അവൻ ഇപ്പൊ ഒരുപാട് ഈ പുതിയ പുതിയ അവന്റെ കയ്യിലുള്ള മോട്ടർ വെച്ചിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു മോട്ടർ, ഒരു ബാറ്ററി, ഒരു കാർബോർഡ്, ഇതൊക്കെ വെച്ചോണ്ട് കുറച്ച് കാര്യങ്ങൾ, വാഷിംഗ് മെഷീന്റെ ഒരു മോഡൽ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഫേസ്ബുക്കിലൊരു എല്ലാരും അതിന്റെ അടിയിൽ ഒരുപാട് കമന്റ് ഒക്കെ ഇട്ടിട്ട് പുള്ളിനെ ഹരാസ് ചെയ്യും പോലെയൊക്കെ ഒരുപാട്. അതായത് ഇവൻ ചൈനയിലൊന്നും ജനിക്കേണ്ടവനല്ല, ജപ്പാനിൽ ജനിക്കേണ്ടവല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ഒരു മിനി ടെസ്ലയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പല രീതിയിൽ കളിയാക്കുന്നു. സംഭവം വെച്ചാ ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ രസം കാണും. അവർക്ക് ഒരു മക്കളുടെ പ്രായത്തിലുള്ള അവരിങ്ങനെ ചെയ്യണ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം വരും. അങ്ങനെയാണ് അവര് പറഞ്ഞത്, ഇത് ഇവനെ എവിടെ ജനിക്കേണ്ടവരല്ല എന്നൊക്കെ പറഞ്ഞു. ചൈനയിലോ ജപ്പാനെങ്കിലും രക്ഷപ്പെട്ടു പോയത്. അപ്പൊ നമ്മുടെ ഏജിലുള്ള ഈ ജെൻസി പിള്ളേര് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളതിനെ പറ്റി അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം അല്ലേ? അപ്പൊ ഒരുപാട് ഇന്നോവേഷനുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. പറ്റാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിതെല്ലാം പണ്ട് എല്ലാരും ചെയ്തോണ്ടിരുന്നതാണ്. കൊച്ചിലെ എല്ലാ പിള്ളേരും നമ്മുടെ എല്ലാരും ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ചെയ്തോണ്ടിരുന്നത് ബർത്ത്ഡേ വിഷസും അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ കനാലില് വെള്ളം വന്നു എന്ന് പറയണ അതിലാണ് അവര് നല്ല രീതിയിൽ വൈറലായി പോയത്. ആ കനാലിൽ ഇരുന്ന് പപ്സ് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു നാട്ടുമ്പുറത്തിലെ രണ്ട് പയ്യന്മാരുടെ ഇതാണ് അവരുടെ ഒരു കാര്യം. പക്ഷെ ഈ അഭിലാഷ് ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ലെവിനൊന്നും മാറ്റി ചിന്തിച്ച് അവനെ കൊണ്ട് എന്ത് പറ്റുന്നതാണ് അവൻ ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോ ആലോചിച്ച് നോക്കാടാ, ഇപ്പൊ മറ്റേ ഒരു ചേട്ടൻ ഗംഗയെന്ന് വിളിച്ചപ്പോ വൈറലായി മറ്റേ ഗൂഗിൾ വരെയാണ് കൊളാബറേഷൻ പുള്ളി എന്തെല്ലാം ചെയ്യുന്നു. അതെ, പിന്നെ നമ്മള് കണ്ടിട്ടുണ്ട് മറ്റേ ന്യൂസ് പേപ്പറിന്റെ ഒക്കെ ബോഡി വെച്ചിട്ട് ഒരാള് വന്നിട്ട് ഫുഡ് കഴിക്കണം. അതെ, ഫുഡ് കഴിക്കണം. അതൊരു ഇവന്റെ കണ്ടന്റ് നമ്മുടെ കയ്യിലുള്ള മോട്ടറും കാർബോർഡും ഇതൊക്കെ വെച്ചുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം, അതായിരുന്നു പുള്ളിയുടെ കണ്ടന്റ്. പക്ഷെ തെറ്റാണ്, അതിനൊരു തെറ്റല്ല. പുള്ളി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചും കൂടെ മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതന്നെ, അത് ഇന്നലെ ഇട്ടൊരു വീഡിയോ ആണ്. അത് ഇത്രയും ഒരുപാട് കളിയാക്കൽ വന്നില്ലേ, ഒരു ട്രോൾ ഉണ്ടോ മറ്റേ കസേരയിൽ അവനെ കുറെ കണ്ടത് ഇത് ഒരു ചട്ടമ്പിനാടില്ല, ചട്ടമ്പിനാടില്ല, അത് വെച്ചിട്ട് ട്രോളിന്റെ മറ്റേ ഇത്. അപ്പോഴത്തേക്കാണ് അവ ഇങ്ങനത്തെ അവന്റെ അമ്മയായിട്ട് വന്നൊരു വീഡിയോ ചെയ്തത്. അവസാനം സോറിയൊക്കെ പറയുന്നുണ്ട്. അത് അതിന്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞ ഒരാളുടെ കഴിവ് കാണിക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ. അപ്പൊ അതില് പുള്ളി കഴിവ് കാണിച്ചു, കുറച്ചുപേര് സപ്പോർട്ട് ചെയ്ത്, കുറച്ചുപേര് വന്ന് അതിന്റെ ബാക്കിൽ തെറി പറയുന്നു. അപ്പം ചില നല്ല വീഡിയോ നല്ലതായിട്ട് എടുക്ക് അല്ലേ. പിന്നെ ഈ കളിയാക്കല് കിട്ടുന്ന സംഭവമൊക്കെ ഈ അഭിലാഷ് കാണിക്കണുണ്ട് അല്ലേ. ഇത് ഇന്ന് അഭിലാഷ് ഇട്ട വീഡിയോ ആണ്. അതിന്റെ സ്വാഭാവികമായിട്ടും കളിയാക്കല് വരും. പക്ഷെ അവന്റെ ഇഷ്ടം എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കണം. കണ്ടോണ്ടിരിക്കണവർക്ക് ആണ് കുഴപ്പം. പോട്ടെ, ഇപ്പൊ ലെവി എന്തായാലും മാറ്റി ചിന്തിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവന് കുറച്ചും കൂടെ പൈസ വേറെ കുറച്ച് സെൻസറോ കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. അവനെന്തായാലും ഐഡിയ ഉണ്ട്. ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊക്കെ ആണെങ്കിൽ ഈ ബാറ്ററി മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി, ഒരു ഫാൻ ചുമ്മാ ഉണ്ടാക്കിയെന്ന് വെച്ചോ, അടുത്ത് എന്തുണ്ടാക്കും എന്നുള്ള ഒരു ഐഡിയ പെട്ടെന്ന് വരൂല. പക്ഷെ ഇവ എല്ലാ ദിവസവും ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കും. വെറുതെ ഈ മോട്ടറും ബാറ്ററിയും വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി, ഒരു പ്ലസ് പോയിന്റ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ ആലോചിക്കും ഇനി അപാടത്ത് എന്തോ ഒരുപാട് സംഭവങ്ങൾ അവന്റെ ഉണ്ടാക്കി അവൻ നമുക്ക് ഊഹിക്കാം എന്തൊക്കെയാണ്. പക്ഷെ ഈ രണ്ട് സാധനം വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയത് വലിയ പ്ലസ് പോയിന്റ്. ചിന്തിക്കുന്ന തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ഒരുപാട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. കൊച്ചു പയ്യനല്ലേ, വളർന്നു വരട്ടെ. അത് മാത്രമല്ല അഭിലാഷ ആരെയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. അവന് ഇഷ്ടമുള്ള കാര്യം അവർ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അവരുടെ ഇഷ്ടത്തിൽ പങ്കുചേരാം, എത്രേ ഉള്ളൂ. അപ്പൊ പുതിയ ചാനൽ പുതിയ ഇത്തരത്തിലുള്ള വിശേഷങ്ങളായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ ഇത്തരത്തിൽ വെറൈറ്റി കണ്ടന്റുമായി ഞങ്ങൾ ഉടനെ വരും. അൻറ്റിൽ ദെൻ ലൈക്ക് കട്ട്.